സോ അലിയാൻസ് അറീനയിൽ ചെന്ന് ആൻസലോട്ടയും പിള്ളേരും ട്വിച്ചറിൻ്റെ പിള്ളേരെ 2-2 എന്ന് പറയുന്ന ഒരു സ്കോർ ലൈനിൽ സമനില പിടിച്ചിരിക്കുകയാണ്. സോ നമ്മൾ ടെക്നിക്കലി സംസാരിക്കുമ്പോൾ എനി എവേ മാച്ച്, അത് ആർക്ക് അഗെയിൻസ്റ്റും ആയിക്കോട്ടെ, എവേ മാച്ച് ഫസ്റ്റ് ലെഗ് ചെന്ന് ഒരു സമനില പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിന് സമനില അടിച്ച പിന്നെ എവേ മാച്ച് പോയി കളിച്ച ടീമിനാണ് ഒബ്വിയസ്ലി അഡ്വാൻറ്റേജ്, അവർക്കാണ് മാർക്ക് കൊടുക്കേണ്ടതും. സോ ഒബ്വിയസ്ലി ഈ ഒരു കേസിൽ റയൽ മാഡ്രിഡ് ഡു ഹാവ് ആൻ അഡ്വാൻറ്റേജ് അല്ലേ നമുക്ക് പറയാം, ബെർണബേയിൽ വരും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം ഇവിടെ പരിഗണിക്കുക. ഒരു ലൈക്കിൻ്റെ സബ്സ്ക്രൈബിൻ്റെ കാര്യമല്ലേ, ഒന്ന് തന്നു വിടടേ എന്ന് പറയുന്ന ഒരു പറയുകയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇന്നത്തെ മാച്ചിൽ പ്രോബബ്ലി സർപ്രൈസ് ചെയ്ത കാര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ, ലെഫ്റ്റ് ബാക്കായിട്ട് മസ്റായി സ്റ്റാർട്ട് ചെയ്യുന്ന അത് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി തോമസ് മുള്ളർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. ഇപ്പം പ്രീ മാച്ചിൽ നമ്മൾ പറയുകയുണ്ടായി മൈൻഡ് ഗെയിംസ് ആയിരിക്കാം, ഗ്നാബ്രി നാളെ ഗോൾ അടിക്കും എന്നുള്ള രീതിയിൽ ട്വിറ്റർ പറയുന്നു. പക്ഷേ ലൈനപ്പ് വിട്ടപ്പം ഗ്നാബ്രി സ്റ്റാർട്ടിങ് 11 പോലും ഇല്ലായിരുന്നു. ആൾ ബെഞ്ചിൽ നിന്നാണ് വന്നത്. ആൾക്ക് ചെറിയ ഈ ഇഞ്ചുറിയൊക്കെ ഇഷ്യൂ കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ അതിനകത്ത് തന്നെ ആൾ സ്റ്റാർട്ടിങ് ഫിറ്റ് അല്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സോ മുള്ളറിനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിച്ചത് സർപ്രൈസിങ് ആയിരുന്നു. പൊതുവെ മുള്ളർ ഇപ്പം റെഗുലർ സ്റ്റാർട്ടർ അല്ല ഈ ബാൻ ടീമിൽ. മുസിയാല, സാനെ, ഹാരി കെയ്ൻ അപ്രൺ, പിന്നെ ഡിഫൻസിൽ ഒബ്വിയസ്ലി കിമ്മിൻജേനെ ഇറക്കേണ്ട സിറ്റുവേഷൻ ആണ്. മുപ്പമയ്ക്കാനോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫിറ്റ് അല്ലായിരുന്നു, ഡിലേറ്റ് അവൈലബിൾ അല്ലായിരുന്നു. സോ കിമ്മിൻജെ ആൻഡ് എറിക് ഡയർ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ലാക്ക് ഓഫ് പേസ് ഇഷ്യൂ ആവും എന്ന് നമ്മൾ പ്രീ മാച്ച് എല്ലാം പറഞ്ഞിരുന്നു, എസ്പെഷ്യലി ഹയർ ഓഫ് ദ പിച്ച് പുഷ് ചെയ്യുമ്പോൾ. എൻ്റെ ചെറിയ ക്ലിം സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് പറയാം, അതിലോട്ട് വരാം. സോ ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡ് സെറ്റപ്പ് ചെയ്ത് എന്താണ് അവരുടെ ട്രഡീഷണൽ 4-4-2 സിസ്റ്റം തന്നെ. റയൽ മാഡ്രിഡിൽ നാച്ചോ ആണ് സെൻറ്റർ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. വേറെ എല്ലാം എക്സ്പെക്റ്റഡ് ലൈനപ്പ് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് 20 മിനിറ്റ്സിൽ ബയൺ മ്യൂണിക്കിൻ്റെ ഡോമിനേഷനാണ് കണ്ടത്. എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ ആണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഗോളും വരുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മെൻഡി ആണ്ടും വാസ്കസ് ആണ്ടും വൈഡ് ഏരിയാസിൽ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഇംഗ്ലണ്ടിനെ ഡിഫെൻഡ് ചെയ്യുന്ന അത്ര എളുപ്പമായിരിക്കത്തില്ല ഹാരിക്കേനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്. സോ ഹാരിക്കേൻ പല അവസരങ്ങളിലും ഡീപ്പിലോട്ട് ഇറങ്ങി വരും, പ്ലേയിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കും. സോ അവർ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഹാരിക്കേൻ ഡീപ്പിലോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പം നാച്ചോയിനെയോ അല്ലെങ്കിൽ റുഡിഗറിനെയോ ആളോടൊപ്പം വലിക്കും. സ്പേസ് ഇൻ ബിഹൈൻഡ് ഫോർ സാനെ, അല്ലെങ്കിൽ നമ്മൾ നോക്കാനായിട്ടാണ് തോമസ് മുള്ളർ കിട്ടും റൺസ് നടത്താനായിട്ട്. അതിൻ്റെ ചെറിയ ഗ്ലിംസസ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ റയൽ മാഡ്രിഡ് മോസ്റ്റ് ഒക്കേഷനിൽ റുഡിഗറും നാച്ചോയും ഹോൾഡ് ചെയ്തു. എക്സ്ട്രാ അഗ്രസീവ്ലി ഹാരിക്കേനോടൊപ്പം പോയില്ല. പക്ഷേ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ ഹാളറിനേക്കാളും അത്യാവശ്യമല്ല നല്ല രീതിയിൽ തന്നെ ഗെയിമിന് തലവേദന സൃഷ്ടിക്കാനായിട്ട് ഹാരിക്കേന് സാധിച്ചു. സോ ഹാരിക്കേൻ നമുക്കറിയാം കുറച്ചുകൂടെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ പ്ലെയറാണ്. അതിനകത്ത് തന്നെ കുറച്ചുകൂടെയും ഡിഫിക്കൽട്ടാണ്. ബട്ട് റുഡിഗർ എസ്പെഷ്യലി റുഡിഗർ ഡിഡ് ഹിസ് ജോബ് ബ്രില്യൻ്റ്ലി എന്ന് പറയുന്നതല്ല, ഹി ഡിഡ് ഹിസ് ജോബ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റായിട്ട് പറയേണ്ടത്. റുഡിഗർ വാസ് ഗുഡ്. സോ അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഇവർ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സാനെ വേഴ്സസ് വാസ്കസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാനേനെ ഇടുകയും ത്രൂ ദ റൈറ്റ് മുസിയാല കളിക്കുകയും ചെയ്തു. സോ അവിടെയാണെങ്കിൽ പല സിറ്റുവേഷൻസിലും രണ്ടുപേരും ബെറ്റർ ആവുന്നത് കണ്ടു. എസ്പെഷ്യലി സാനെ ഗെയിമിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ അടിക്കാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നീട് പല അവസരങ്ങളിൽ ഹാരി കെയ്നും മുള്ളറും പുള്ളിയെ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ സാനെ ഫസ്റ്റ് ഹാഫിൽ പ്രോബബ്ലി ഫസ്റ്റ് 20-25 മിനിറ്റ്സിൽ ഒത്തിരി നമ്പർ ഓഫ് ഷോട്ട്സ്, ഐ തിങ്ക് 5 അങ്ങനെ അങ്ങോട്ട് റയൽ മാഡ്രിഡിനെ അഗേൻസ്റ്റ് ബയൺ എടുത്തു. പ്രോബബ്ലി അതിൽ ഒരെണ്ണമെങ്കിലും കൺവേർട്ട് ചെയ്യേണ്ടതായിരുന്നു. എസ്പെഷ്യലി സാനെ ഹാഡ് ചാൻസസ്. സോ അത് പ്രോബബ്ലി ബയൺ മ്യൂണിക്കിനെ അഫക്റ്റ് ചെയ്ത് കാണും. എന്നിട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ ബയൺ മ്യൂണിക്കിനെ അഗെയിൻസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് സ്കോർ ചെയ്യുകയാണ്. അവിടെ വേറെ ആരെയും കണ്ട് കിമ്മിൻജെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനെ അഗെയിൻസ്റ്റ് നമ്മൾ വിനീഷ്യസ് ജൂനിയർ ചെറുതാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് വിനീഷ്യസ് ജൂനിയർ ഹാളുണ്ടോ ഹാരിക്കേനോ ഒന്നും അല്ല ഫിസിക്കലി. പക്ഷേ ആളുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? ആളെ ബ്ലോക്ക് ചെയ്യാൻ പാടാണ്. ആളുടെ ആ ടേൺ, ആളുടെ ആ ക്വിക്ക് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, ആളുടെ പേസ്. ആൾ വരികയാണ്. കിമ്മിൻജെ വാട്ട് വാസ് യു ഡൂയിങ് ബ്രൈൻ? ആളിലൊപ്പം ചെന്ന് നിൽക്കുകയാണ്, ട്രാക്ക് ചെയ്യുകയാണ്. അതും പോട്ടെ, അത് ഒന്നാമത്തെ തെറ്റ്. ആളിലൊപ്പം എക്സ്ട്രാ അഗ്രസീവ്ലി പുഷ് ചെയ്യുന്നു, ആളങ്ങോട്ട് വരുന്നു. അത് പോട്ടെ. 2 ടോണി ക്രൂസിൻ്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ ടോണി ക്രൂസ് വേറെ ആരുമല്ല ആ ടീമിലെ. ബെല്ലിംഗമോ വാൽവെർഡയോ ചൗമനിയോ ആരും ആയിക്കോട്ടെ, എല്ലാം ഡേഞ്ചറാണ്. പക്ഷേ ആ കൂട്ടത്തിൽ ടോണി ക്രൂസിൻ്റെ കാലിൽ ബോൾ ഇരിക്കുമ്പോൾ വിനീഷ്യസ് ജൂനിയറിനെ കണ്ണും പൂട്ടി ഫൈൻഡ് ചെയ്യാനായിട്ട് എവിടെ നിന്ന് വേണം പറ്റുന്ന ടോണി ക്രൂസിൻ്റെ ദ ജർമ്മൻ സ്നൈപ്പറിൻ്റെ കാല് ബോൾ ഇരിക്കുമ്പോൾ യു ആർ കമ്മിറ്റിംഗ് എ ഫ്രണ്ട്. ആ ടോണി ക്രൂസിന് മാൻ
റൊട്ടീൻ എന്നൊന്നും പറഞ്ഞാൽ പോയി, ഇതൊക്കെ എന്തെന്നുള്ള രീതിയിലുള്ള ആ ഒരു ഐറ്റം ഉണ്ടല്ലോ ടോണി ക്രൂസ്. ആ ടോണി ക്രൂസ് ആ ബോൾ റിസീവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാം വാൽവേറുടെ ബോളിലോട്ട് വരുമ്പോൾ നിൽക്കി ഇറ്റ്സ് മൈൻ എന്ന് പറയുന്നുണ്ട്, കാരണം ഹീ ഈസ് ഫേസിങ് ദ ബോൾ. സോ ഒബ്വിയസ്ലി മോർ ടൈം ഉണ്ട്. ആളുടെ കാലിലോട്ട് ബോൾ വരുന്നു, റിലീസ് ചെയ്യുന്നു, കിണ്ണങ്കാച്ചി പാസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയാണ് മനസ്സാനം. 25 മില്യന് ബയൺ മ്യൂണിക്കിൽ കളിക്കാൻ പ്രാപ്തിയുള്ള അഥവാ ടാലൻ്റുള്ള പ്ലെയർ അല്ല എന്ന് പറഞ്ഞ് വിട്ട ടോണി ക്രൂസ് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, ഇഫ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡിൽ റെഗുലർ സ്റ്റാർട്ടറായിട്ട് 10+ ഇയേഴ്സ് പോകുന്നു. 25 മില്യൺ അന്ന് ബയൺ റിലീസ് ചെയ്ത പ്ലെയർ, മൾട്ടിപ്പിൾ ടൈംസ് വന്ന് ബയണിട്ട് പണി കൊടുത്തിട്ടുള്ള പ്ലെയർ, ഇതാ ഇന്നലെയും ആ ഒരു പാസ് റിലീസ് ചെയ്യുന്നു. അതൊക്കെയാണ് മോനെ ടോണി ക്രൂസിൻ്റെ ഐറ്റം അല്ലേ, ഒന്നും പറയാനില്ല. കിടുക്കാച്ചി പാസ് ആൻഡ് കിടുക്കാച്ചി ഫിനിഷ് ഫ്രം വിനീഷ്യസ് ജൂനിയർ. 1-0 ലീഡ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മഡ്രിഡ് ഫസ്റ്റ് ഹാഫിൽ പ്രോബ്ലി ആ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ബോറിംഗ് ആയിരുന്നു, ഉള്ളവരല്ല. ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് 20-25 മിനിറ്റ്സിന് ശേഷം ലാസ്റ്റ് 20 മിനിറ്റ്സ് ഒക്കെ അധികം അങ്ങോട്ട് രണ്ട് ടീംസും ഒബ്വിയസ്ലി മഡ്രിഡ് ഓവറോൾ കളിയിൽ കുറച്ചുകൂടെ കൺട്രോൾ ആക്കിയെന്ന് പറയാം. പക്ഷേ പോസ്റ്റ് മാച്ച് നിങ്ങൾ കാണുവാണെങ്കിൽ ആൻസലോട്ടി വന്നിട്ട് പറയുകയുണ്ടായി ഹി വാസ് നോട്ട് ഹാപ്പി വിത്ത് ഹിസ് ടീംസ് പെർഫോമൻസ്, എസ്പെഷ്യലി കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ പലതും അങ്ങനെ ഇല്ലായിരുന്നു, കൂടാതെ താൻ ഉദ്ദേശിക്കുന്ന പോലെ സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ട്വിറ്റർ കാണിച്ച അനദർ ബിഗ് മണ്ടത്തരായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ എൻ്റെ ലൈഫിൽ ബയൺ മ്യൂണിക്കിനെ ഇപ്പം നമ്മളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും, ബയൺ മ്യൂണിക്സ് ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് അഥവാ ട്രൈറ്റൺ ആണ്. ഏത് മാനേജറാണെങ്കിലും അവർ എക്സ്ട്രാ അഗ്രസീവ് ആയിരിക്കും അല്ലെ, ഹയർ പുഷ് ചെയ്യും, ടൈം ഓൺ ദ ബോൾ ഒപ്പോണൻറ്റിന് കൊടുക്കത്തില്ല, പെട്ടെന്ന് ഞാൻ അഗ്രസീവ്ലി ക്ലോസ് ഡൗൺ ചെയ്യും. പക്ഷേ ഇന്നലെ പല അവസരങ്ങളിലും ടോണി ക്രൂസ് ഫസ്റ്റ് 30 മിനിറ്റ്സ് ഒക്കെ ടോണി ക്രൂസിൻ്റെ ഒറ്റ മിസ് പാസ് ഇല്ല. ഈവൻ ബയൺ ഡോമിനേറ്റ് ചെയ്യുന്ന ടൈമിൽ എക്സ്ട്രാ അഗ്രസീവ്ലി ചെന്ന് പ്രസീവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 90% പാസിംഗ് ആക്യുറസി 90% അടുത്തെങ്ങാനും ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡ് ഡോസ് ഓൾസോ. ചെന്ന് എക്സ്ട്രാ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നില്ല. ടോണി ക്രൂസിന് ടൈം ഓൺ ദ ബോൾ കൊടുക്കുകയാണ്. ആൻഡ് യു ആർ ഡൂയിങ് എ ബിഗ് മിസ്റ്റേക്ക് ഗിവിംഗ് ടൈം ഓൺ ദ ബോൾ ടു ടോണി ക്രൂസ് ഒക്കെ. സോ ഇന്നലെ അഗ്രസീവ് പ്രസ് ഒന്നും കാണുന്നില്ല. സോ പ്രോബബ്ലി ട്വിച്ചൽ അണ്ടർ ബയൺ ഡെവലപ്പ് ആവുന്നുണ്ട്, പ്രോബബിളാണ് എല്ലാണെന്ന് പറഞ്ഞാൽ. ബട്ട് ബയൻ്റെ ആ ഒരു ശൈലി, ബ്രയൻ്റെ ആ ഒരു ട്രൈറ്റ്സ്, ബയൻ്റെ ഫാൻസ് കാണേണ്ടത്, ബോർഡ് കാണേണ്ട സ്റ്റൈൽ ഓഫ് പ്ലേ, അത് ആ ബയൺ DNA-യിൽ നിന്ന് അവർ വിട്ടുമാറുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് മാച്ചസ് ഒക്കെ കാണുവാണെങ്കിൽ ഇന്നലത്തെ മാച്ച് കാണുവാണേലും. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് ഹാഫ് അങ്ങനെ എൻഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് 20 മിനിറ്റ്സിൽ ഒരു ഗോൾ അടിക്കാത്തതിൽ ബയൺ വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. സെക്കൻഡ് ഹാഫിൽ രണ്ട് ടാക്ടിക്കൽ ഷിഫ്റ്റ് വരും. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റോഡ്രിഗോനെ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡ് ആ ഒരു റോളിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, മെയിൻലി ബിക്കോസ് ആ ഒരു ത്രെട്ട് നള്ളിഫൈ ചെയ്യാനായിട്ടാണ്. പക്ഷേ ഡിഫെൻസീവ്ലി ഒന്ന് കവർ കൊടുക്കാനാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ആൻസലോട്ടി മേഡ് ഷിഫ്റ്റ് നമ്മൾ നോക്കാനാണെങ്കിൽ റോഡ്രിഗോനെ ഫ്രണ്ടിലോട്ടിട്ട് 4-3-3 എന്ന് പറയുന്ന ഒരു ഷേപ്പിലൊക്കെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാറുന്നുണ്ട്, വൈഡ് ഏരിയസിലോട്ടിരുന്നു, ഫ്രണ്ടിലിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വരുത്തുന്ന മറ്റൊരു ചേഞ്ച് ഫ്രം തോമസ് ടുച്ചലിൻ്റെ ഒരു അടിപൊളി ചേഞ്ച് കണ്ടതെന്നു വെച്ചാൽ മുസിയാലേനെയും സാനേനെയും തമ്മിൽ ഷിഫ്റ്റ് ചെയ്യാണ്. മുസിയാല അഗേൻസ്റ്റ് ലൂക്കാസ് വാസ്കസ് ആകുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇടുന്നു ബയൻ്റെ. സാനെ അഗേൻസ്റ്റ് സാനനെ പിടിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇടുകയാണ്. എന്നിട്ട് പുള്ളി വരുത്തിയ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഗൊറച്കനെ മാറ്റിയിട്ട് റാഫേൽ ഗൊറേറോനെ ഇറക്കുക. സോ ഒബ്വിയസ്ലി കൂടുതൽ ഡൈനാമിസം ആ ടീമിലോട്ട് കൊണ്ടുവരികയാണ്. ആൻഡ് ആ സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് 15 മിനിറ്റ്സ് റയൽ മാഡ്രിഡ് വിൽ ബി കിക്കിംഗ് ദംസെൽഫ്. എന്തുകൊണ്ട് താങ്കൾ അത് ചെയ്തു? ഇപ്പം എഗെയിൻസ്റ്റ് സിറ്റി നമ്മൾ ബെർണബേയിൽ ഇത് കണ്ടാണ് ലീഡ് എടുത്തതിന് ശേഷം പ്രോബ്ലി സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയി തോൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ചുകൂടെ എക്സ്ട്രാ നെഗറ്റീവ് അപ്രോച്ച് ആക്കാൻ ശ്രമിക്കുന്നു, റയൽ കുറച്ചുകൂടെ പ്രോപ്പർലി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, കുറച്ചുകൂടെ എന്നാ പറയുക നാരോ ആക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് ബയൺ എക്സ്പോസ് ചെയ്യണം. ഇപ്പം റയലിൻ്റെ ബിഗ്ഗസ്റ്റ് എന്താണ്, ഒപ്പോണനെ അങ്ങോട്ടും കയറി അറ്റാക്ക് ചെയ്യണം. ഇത് ബയൺ മ്യൂണിക്കാണ്, സോ ഓവർ റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ടും കയറി അറ്റാക്ക് ചെയ്യണം. ആ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ കണ്ടു ലാസ്റ്റ് 20-30 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്ന കണ്ടു. ആൻഡ് ഒബ്വിയസ്ലി റയൽ മാഡ്രിഡ് കളിയിലേക്ക് തിരിച്ചു വന്നു. അതിലൂടെ ഞാൻ വരാം. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ ഒരു ചേഞ്ച് വരുന്നതിന് ശേഷം മുസിയാല വാസ് ഡിസ്ട്രോയിങ് വാസ്കസ്. മുസിയാല അഗൈൻസ്റ്റ് വാസ്കസ് നമ്മൾ നോക്കാനായിട്ട് മുസിയാല ഫസ്റ്റ് ഹാഫിലും പൊളിയാണ്, സെക്കൻഡ് ഹാഫിൽ മുസിയാലയുടെ 1.5 ഷോ ആയിരുന്നു. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും ലെയ്മർ പ്രോബ്ലി മാൻ ഓഫ് ദ മാച്ച് വിനീഷ്യസ് ജൂനിയർ, അതുപോലെ തന്നെ ബയൺ മ്യൂണിക് സൈഡ് ഡിസേർവിംഗ് ആയ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് കൊടുത്ത പ്ലേയേഴ്സാണ്. ഒന്ന് മുസിയാല കൊടുത്തു, അതുപോലെ തന്നെയാണ് ലെയ്മർ. ആള് എക്സ്ട്രാ അഗ്രസീവ് എന്നൊക്കെ പറഞ്ഞാൽ ആൾ നല്ലപോലെ അഗ്രസീവായിട്ട് കളിച്ചു. ഈവൻ ദോ ആൾ 50-50 ചാലഞ്ചസ് എല്ലാം വിൻ ചെയ്യുന്നു. ഈവൻ 60-40 റയൽ മാഡ്രിഡിന് ഫേവറബിൾ ആയിട്ടുള്ള ചാലഞ്ചസിൽ പോലും ചെന്ന് ആൾ പുള്ളി റിക്കവർ ചെയ്യുന്ന ആളുടെ പാസിങ് നൈസായിരുന്നു. ആൾ ഓവറോൾ ഗെയിമിൽ പ്രോപ്പറായിട്ട് തന്നെ കളിക്കുകയുണ്ടായി. ലെയ്മറിൻ്റെ പെർഫോമൻസ് പ്രോബ്ലി ലെയ്മറിൻ്റെ ബയൺ മ്യൂണിക് സൈഡിലെ വൺ ഓഫ് ദ ഇഫ് നോട്ട് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അഗൈൻസ്റ്റ് ആർസണലും പുള്ളി എടുത്തിരുന്നു. പക്ഷേ ദിസ് വാസ് അഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ് പ്യുവർ ക്ലാസിക് പെർഫോമൻസ്. സോ ഇന്ന് ആൾ ബെഞ്ചിലിരിക്കും, പവലോവിച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഹി സ്റ്റാർട്ടഡ്
ആൻഡ് ഡിസേർവിംഗ്ലി സെക്കൻഡ് ലെഗിലും പുള്ളിക്ക് സ്റ്റാർട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ മിഡ്ഫീൽഡിലെ എഞ്ചിനായിരുന്നു പുള്ളി, ഓവറോൾ ടീമിൻ്റെ എഞ്ചിനായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങുകയാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാനയുടെ ആ ഗോൾ വരികയാണ്. ആ ഗോളിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കവരും പറയുന്നു ലുനിൻ സേവ് ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ മേ ബി എക്സ്പീരിയൻസ് കുറച്ചുകൂടെ കൂടുമ്പോൾ മേ ബി കുറച്ചുകൂടെ ആൾ ഡെവലപ്പ് ആകുമ്പം പ്രോബ്ലി അതെങ്ങനെ കവർ ചെയ്യാം, എങ്ങനെ പൊസിഷൻ ചെയ്യാമെന്ന് കൂടുതൽ പറയുമായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ ലുനിനെ കംപ്ലീറ്റ്ലി ആ ഗോൾ മിസ്റ്റേക്ക് പറയാൻ വരുന്നില്ല. ആൾ അത്രയും പവർഫുൾ ഷോട്ടാണ്, അങ്ങനത്തെ ഗോളുകൾ പലതവണ കയറുന്ന കണ്ടിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി അതൊരു കിടിലൻ ഗോളായിരുന്നു. സാനയെ റിലീസ് ചെയ്യുന്നു. സാനയുടെ ആ ഫിനിഷ്, സാനെ സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുകയാണ് സാനയുടെ 100% ബെസ്റ്റ് പെർഫോമൻസ് എന്ന് ഇത് പറയാൻ പറ്റത്തില്ല, എസ്പെഷ്യലി കൺവേർഷൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ മറ്റൊരു ഗോൾ വരുന്നത് വാസ്കസിൻ്റെ ആ ഒരു ഫൗൾ ഓൺ മുസിയാല പെനൽറ്റി വിൻ ചെയ്യുകയാണ്. ആ മുസിയാല കണ്ടിന്യൂസ്ലി സെക്കൻഡ് ഹാഫ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആ ടീം ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിൾസ് കംപ്ലീറ്റ് ചെയ്ത പ്ലെയർ മുസിയാലയാണ്. കണ്ടിന്യൂസ്ലി തലവേദന ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹാരി കെയ്ൻ ആ പെനൽറ്റി കൺവേർട്ട് ചെയ്യാണ്, 2-1 ആക്കുന്നു. പ്രോബബ്ലി അഡ്വാൻറ്റേജ് ഫോർ ബയൺ മ്യൂണിക് വേണേൽ ഒരെണ്ണവും കൂടെ കയറി അടിക്കുമെന്നൊരു സിറ്റുവേഷൻ വരുന്നു. അപ്പോഴേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻസറോട്ടി ചെറിയ ചേഞ്ചസ് വരുന്നതാണ്. ആൾ ചൗമനീനെ സെൻട്രൽ ബാക്ക് ആക്കിയിട്ട് നാച്ചോനെ പിൻവലിച്ച് കമോവിങ്കയുടെ മിഡ്ഫീൽഡിൽ ഇറങ്ങുന്നു ടു ബ്രിങ് മോർ ഡൈനാമിസം. അതുപോലെ തന്നെ നോക്കാനാണെങ്കിൽ ടോണി ക്രൂസിനെ കുറച്ച് നേരം കഴിഞ്ഞ് മാറ്റുന്നുണ്ട്. ലൂക്കാ മോഡ്രിച്ച് വരുന്നുണ്ട്. ഒബ്വിയസ്ലി ടോണി ക്രൂസ് വാസ് നോട്ട് ഹാപ്പി വിത്ത് ദ ചേഞ്ച്. ബട്ട് സെക്കൻഡ് ഹാഫിൽ ടോണി ക്രൂസ് ഒരല്പം ഡൗൺ ആയിരുന്നു, പ്രോബ്ലി ഫറ്റീഗാവാ എന്തോ. അതുപോലെ തന്നെ ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം ബെല്ലിംഗമിനെ മാറ്റി പോകും. അതിനുശേഷം ബ്രഹീം ഡിയാസിനെ മറ്റൊക്കെ കൊണ്ടുവന്നു. ബെല്ലിംഗം ഗോസ്റ്റ് ചെയ്യുമായിരുന്നു ഇന്നത്തെ മാച്ചിൽ. പ്രോബ്ലി ഇപ്പം നോക്കാനായിട്ടാണെങ്കിൽ പല ടാക്കിൾസും ഈസി ആയിട്ട് ആളുടെ കാലിൽ നിന്ന് വന്ന് ബോൾ പലപ്പോഴും ബയൺ മ്യൂണിക്ക് റാഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ ഫുള്ളി കമ്മിറ്റഡ് ആണെന്നൊക്കെ ചോദ്യം വരുന്നില്ല. അതായത് പാസ്സൊക്കെ റിസീവ് ചെയ്യുമ്പോൾ ഒന്ന് സ്ലോ ആയിരുന്നു, മേ ബി ഇത്രയും കണ്ടിന്യൂസ് സീസൺ കളിക്കുന്നതിൻ്റെ ഫറ്റീഗ് ആവാം, എന്തോ ആവാം. പക്ഷേ ഒന്ന് സ്ലോ ആയിരുന്നു. നമ്മൾ ബെല്ലിംഗമിൻ്റെ നേരെ പെർഫോമൻസ് കണ്ടിട്ടില്ല. സോ ഇന്നലത്തെ ബെല്ലിംഗമിൻ്റെ പെർഫോമൻസ് പ്രോബബ്ലി എ ബിറ്റ് കൺസേണിങ് ഫോർ റയൽ. പക്ഷേ ബെല്ലിംഗമാണ് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോട്ട് ഈസ് ബെസ്റ്റ് പെർഫോമൻസ്. അങ്ങനെ ലൂക്കാ മോഡ്രിച്ച് വരുന്നു. ലൂക്കാ മോഡ്രിച്ച് വന്നതിന് ശേഷം തന്നെ നമ്മൾ കണ്ടു ആ ഒരു ബോൾ ഓവർ ദ ടോപ്പ് ടു റിലീസ് വിനീഷ്യസ് ജൂനിയർ. അവിടെ വിനിയുടെ സൂപ്പർ റൺ, മോഡ്രിച്ചിൻ്റെ സൂപ്പർ ബോൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഗോൾ കീപ്പറായ ന്യൂയറിൻ്റെ പൊസിഷനിങ്. അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു. ആ ഫസ്റ്റ് പോസ്റ്റിലല്ല, ആൾ പോസ്റ്റ് വിട്ടും വന്ന് ആ കവർ കൊടുക്കുന്ന നമ്മൾ കണ്ടു. ഹി സോ ദ മൂവ്. ന്യൂയറിൻ്റെ ആ പൊസിഷനിങ്, നിങ്ങളൊക്കെ ഒരു ഗോൾ കീപ്പറാണ്, സ്റ്റഡി ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇന്നലെ ന്യൂയർ എടുത്ത ആ പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈ ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഗോൾ കീപ്പർ ബൈ മെനി പ്ലേയേഴ്സ് അല്ലേ. സോ അങ്ങനെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഒരു ചാൻസ് സേവ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ച് ചാൻസുകൾ റയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പുറത്ത് ബയൺ ഹാഡ് മോർ ചാൻസ്. ഇന്നലെ ഹാരി കെയ്ൻ ഇവന്തോ നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാലും ഐ വിൽ സേ ഒരു ഓപ്പൺ ഗോൾ അടിക്കാത്തതിൽ ഹി വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. ഇന്നലെ ഒരു ഗോളോടെ ഹാരി കെയ്ൻ അടിക്കേണ്ടതായിരുന്നു. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ബട്ട് ബൈ ഹിസ് സ്റ്റാൻഡേർഡ്സ് ഒരെണ്ണോടെ എങ്ങനെയും കയറ്റേണ്ടതായിരുന്നു. ബട്ട് ആ ഒരു കാര്യത്തിൽ പ്രോബ്ലി ബയൺ മ്യൂണിക് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ചാൻസുകൾ ഉണ്ടായിരുന്നു, ബയൺ മ്യൂണിക് ഒരെണ്ണോടെ അടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. ആൻഡ് സെറ്റ് പീസസിൽ റയൽ മാഡ്രിഡ് ലുക്ക് റിയലി വൾണറബിൾ. എന്താണെന്ന് അറിയത്തില്ല, പൊസിഷനിങ്ങിൻ്റെ ആണോ കീപ്പറിൻ്റെ ഷൗട്ട് ചെയ്യാത്തതിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. കോർണർ കിക്സ് എല്ലാം വിൻ ചെയ്യുന്നത് ബയൺ മ്യൂണിക് പ്ലേയേഴ്സാണ്. ആൻഡ് അവരത് ഇന്നലെ എറിക് ഡയറിൻ്റെ ഒരു ചാൻസ് വേറെ ഞാൻ മറന്നുപോയി. പല ഹെഡേഴ്സും ഇവന്തോ സ്ട്രേറ്റ് എത്ത ഗോൾ കീപ്പർ അത് അടിച്ച് വെളിയിൽ കറിയുന്നുണ്ട്, അവർ രക്ഷപ്പെട്ടു. പലതും വിൻ ചെയ്യുന്ന ബയൺ മ്യൂണിക് പ്ലേയേഴ്സാണ്. സോ അത് റയൽ മാഡ്രിഡിൻ്റെ കൺസേണിങ് ആയ ഒരു കാര്യമാണ്. സെറ്റ് പീസ് ഡിഫെൻഡിങ് സെക്കൻഡ് ലെഗിലൊക്കെ അത് വളരെ ക്രൂഷ്യലായിരിക്കും ബെർണബേയിൽ. സോ ഒബ്വിയസ്ലി സെറ്റ് പീസ് ത്രൂ ഒരു ഗോൾ കൺസീഡ് ചെയ്യാതിരുന്നത് റയലിൻ്റെ ഭാഗ്യം എന്ന് പറയാം. കാരണം ഒബ്വിയസ്ലി പ്രോപ്പറായിട്ടല്ല സെറ്റ് പീസ് എസ്പെഷ്യലി കോർണേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കളി മുന്നോട്ട് പോകുന്നു. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു മാജിക് മൊമെൻറ്റ് വരുന്നു. വിനീഷ്യസ് ജൂനിയർ ബോളായിട്ട് ക്യാരി ചെയ്യുന്നു, റോഡ്രിഗോയിലോട്ട് കൊടുക്കുന്നു. റോഡ്രിഗോ ടേൺ ചെയ്യുന്നു, കിമ്മിൻജെ ഫൗൾ ചെയ്തിരുന്നു. ആൻഡ് റയൽ മാഡ്രിഡ്സ് നമ്പർ 7 എഗെയിൻസ്റ്റ് മാനുവൽ ന്യൂയർ. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളിത് വർഷങ്ങളോളം ഇത് കണ്ടുകൊണ്ടിരുന്ന അല്ലേ. ഒരു റയൽ മാഡ്രിഡിൻ്റെ ഒരു നമ്പർ 7 ഇട്ട ഏതോ ഒരു എവിടുന്ന പോർച്ചുഗലിൽ നിന്ന് വങ്ങാണ്ടുള്ള ഒരു പയ്യനല്ല, ഒരു ലെജൻഡ് ന്യൂയറിന് അഗെയിൻസ്റ്റ് വന്ന് ക്ലാസിക് പെർഫോമൻസുകൾ കൊടുക്കാറുണ്ട്, ന്യൂയറിന് അഗെയിൻസ്റ്റ് ഗോൾ അടിക്കാറുണ്ട്. ഓക്കെ, എന്നാ പയ്യൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ആ പയ്യൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും കേട്ടോ. ഒരു പോർച്ചുഗീസുകാരനായിരുന്നു തോന്നുന്നു. ആ ഒരു നമ്പർ 7 ജേഴ്സി, ഐക്കോണിക് ജേഴ്സി, നമ്പർ 7 ഇട്ടുകൊണ്ട് ഏറ്റവും ഐക്കോണിക് പ്ലെയറായ റയൽ മാഡ്രിഡിന് വേണ്ടി മാറിക്കൊണ്ടിരിക്കുന്ന വിനീഷ്യസ് ജൂനിയർ പെനൽറ്റി എടുക്കാൻ വരുന്നു എഗെയിൻസ്റ്റ് മാനുവൽ ന്യൂയർ. സെയിം ഓൾ സ്റ്റോറി. ദ നമ്പർ 7 കൺവേർട്ടഡ് സെക്കൻഡ് ഗോൾ ഫ്രം ദ നമ്പർ 7 2-2 ഈക്വലൈസ് ചെയ്യുന്നു. ആൻഡ് ഒബ്വിയസ്ലി റയൽ മാഡ്രിഡ് ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഇൻ സാന്റിയാഗോ ബെർണബ്യൂ എന്നുള്ള കാര്യം പറയേണ്ടി വരും.
വിനീഷ്യസ് ജൂനിയർ എക്സലൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് 3rd സീസണിൻ്റെ റോ ആണ് വിനീഷ്യസ് ജൂനിയർ. 20+ ഗോൾസ് വരുന്നത്. അത് ഈ സീസൺ മോസ്റ്റ് നമ്പർ കുറേ മാച്ചസ് ആൾ ഇഞ്ചറി പറ്റി കളിയിരിക്കുന്നു. ലാസ്റ്റ് സീസൺ 20+ ഗോൾസ്, 20+ അസിസ്റ്റ്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് വിനീഷ്യസ് ജൂനിയർ. നമ്മൾ ശരിയാണ് മെസ്സി റൊണാൾഡോ 50 ഗോൾസ് അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. വിനീഷ്യസ് ജൂനിയർ ഡൂയിങ് ഗ്രേറ്റ് തിങ്സ്. ആ നമ്പർ 7 കറക്റ്റ് ആളുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് എക്സലൻറ്റ്. ഈ ഒരു ടൂർണമെൻറ്റിൽ ഇഫ് റയൽ മാഡ്രിഡ് ഈസ് വിന്നിങ് ദിസ്, വിനീഷ്യസ് ജൂനിയർ ഹാസ് എ ഹ്യൂജ് റോൾ ഇൻ ഇറ്റ്. ആൻഡ് ഒബ്വിയസ്ലി റയൽ മാഡ്രിഡ് അലിയാൻസ് അരീന വന്ന് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നെന്ന് ചോദിച്ചാൽ അല്ല. ബയൺ മ്യൂണിക്കിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നെന്ന് ചോദിച്ചാൽ അല്ല. രണ്ട് ടീമിൻ്റെയും നല്ല പെർഫോമൻസ് അല്ലായിരുന്നു ഓവറോൾ പറയേണ്ടത്. രണ്ട് കോച്ചുകളും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. പക്ഷേ ഈവൻ വിത്തൗട്ട് പ്ലേയിങ് അറ്റ് ദർ ബെസ്റ്റ്, റയൽ മാഡ്രിഡ് അലിയാൻസ് അരീന ചെന്നൊരു ആ അറ്റ്മോസ്ഫിയർ, ഒന്നൊന്നര അറ്റ്മോസ്ഫിയറിൽ ചെന്നൊരു ഡ്രോ പിടിച്ചുകൊണ്ട് വരികയാണ്. ആൻഡ് സെക്കൻഡ് ലെഗ് ബർണബേയിലാണ്. ഒബ്വിയസ്ലി വി ക്യാൻ സേ റയൽ മാഡ്രിഡ് ഡു ഹാവ് ദ അഡ്വാൻറ്റേജ്. പക്ഷേ നമ്മൾ ബയണിനെ തള്ളിക്കളയുന്നത് ശരിയല്ല. തോമസ് ട്യൂച്ചൽ, ബയൺ മ്യൂണിക് എന്തും സംഭവിക്കാം. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ സേ ഐ എം ബാക്കിംഗ് റയൽ മാഡ്രിഡ് മോർ. പക്ഷേ അതും ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആവാൻ, ടൈറ്റ് മാച്ച് ആവാം. നാരോ എഡ്ജ് അടിച്ച് നശിപ്പിച്ചൊന്ന് കയറുമെന്ന് വരാം. മേ ബി ഒരു 1 ഗോൾ മാർജിനിലോ അല്ലെങ്കിൽ ഈവൻ ഷൂട്ട് ഔട്ടിലോട്ടോ വരെ പോയെന്ന് വരാം. അത്രയ്ക്കും ടൈറ്റായിട്ടുള്ള ഒരു സെക്കൻഡ് ലെഗാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബട്ട് അഡ്വാൻറ്റേജ് ഫോർ റയൽ മാഡ്രിഡ്. എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ച് ഓവറോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയുക. മറ്റൊരു വീഡിയോ കാണാതെ ബൈ.